US ചൈന വ്യാപാര യുദ്ധം രൂക്ഷമാകുന്നു. കൊണ്ടും കൊടുത്തും ഇരു രാജ്യങ്ങളും മുന്നോട്ട് പോകുന്നു. വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഇരുവശവും. തിരിച്ചടി വന്നു തുടങ്ങിയതോടെയാണ് പകരം തീരുവ നടപ്പിലാക്കൽ 90 ദിവസത്തേക്ക് മരവിപ്പിച്ചത്. എന്നാൽ പാരമ്പര്യ ശത്രുക്കളായ ചൈനയ്ക്ക് മേൽ ചുമത്തിയ തീരുവ എടുത്തു കളഞ്ഞതുമില്ല. മരവിപ്പിച്ചില്ലെന്ന് മാത്രമല്ല, തീരുവ 145% ഉയർത്തുകയും ചെയ്തു അമേരിക്ക. ചൈനയെ ഇത് ശരിക്കും ചൊടിപ്പിച്ചു. 125% തീരുവ ചുമത്തി ചൈന തിരിച്ചടിക്കുകയും ചെയ്തു. മാത്രമല്ല, ലോക വ്യാപാര സംഘടനയിൽ US-നെതിരെ ചൈന പരാതിയും നൽകി. US ചൈന വ്യാപാര യുദ്ധം ഇന്ത്യക്ക് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. ചൈനയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് ചെലവേറുന്നതോടെ ചൈനയ്ക്ക് പകരം ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ ആശ്രയിക്കാൻ US-നെ പ്രേരിപ്പിക്കും. ചൈനയെ അമിതമായി ആശ്രയിക്കുന്നത് നിർത്തുകയും ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് അവസരം ലഭിക്കുകയും ചെയ്യും. ഇന്ത്യയിലെ പല മേഖലകൾക്കും ഇത് ഗുണം ചെയ്യും, പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ്, ഔഷധങ്ങൾ, ലോഹങ്ങൾ തുടങ്ങിയ മേഖലകളിൽ. US പ്രസിഡന്റ് JD വാൻസ് ഇന്ത്യ സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു വാണിജ്യ കരാർ വരാനുള്ള സാധ്യതയും വിദഗ്ധർ നൽകുന്നുണ്ട്. ട്രംപിൻ്റെ പകരം തീരുവ വലിയ കോലാഹലം സൃഷ്ടിച്ചു. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മേൽ ട്രംപ് ഉയർന്ന പകരം തീരുവ ചുമത്തി. ആഗോളതലത്തിൽ ഉയർന്ന പ്രതിഷേധം വകവയ്ക്കാതെ നിലപാടുമായി ട്രംപ് മുന്നോട്ട് പോയി. ചൈന പോലുള്ള രാജ്യങ്ങളെ അടിക്കാനുള്ള വടിയായും ട്രംപ് പകരം തീരുവ ഉപയോഗിച്ചു. പ്രതിഷേധങ്ങൾ കാറ്റിൽ പറത്തി പകരം തീരുവ പ്രാബല്യത്തിൽ വരികയും ചെയ്തു. അതോടെ ഓഹരി വിപണി ഇടിഞ്ഞു. ട്രംപും കൂട്ടരും ഓഹരി തകർച്ച പ്രതീക്ഷിച്ചതിനാൽ അത് കാര്യമാക്കിയില്ല. US ട്രഷറി ബോണ്ടുകൾ ഇടിഞ്ഞതാണ് ട്രംപിനെ ഞെട്ടിപ്പിച്ചത്. നിക്ഷേപകർ ബോണ്ടുകൾ വിറ്റഴിക്കാൻ തുടങ്ങി. ബോണ്ട് നിക്ഷേപ വരുമാനം കൊണ്ടാണ് US ജീവിച്ചു പോകുന്നത്. ബോണ്ടുകൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴാൻ തുടങ്ങിയതോടെ ട്രംപ് അന്തം വിട്ടു. അതോടെ പകരം തീരുവ നടപ്പാക്കുന്നത് താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ നിർബന്ധിതരായി. ഓഹരി വിപണിയിലെ തകർച്ച പ്രതീക്ഷിച്ചതായിരുന്നു. ട്രഷറി ബോണ്ടുകളുടെ തകർച്ച തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. ട്രംപും കൂട്ടരും അത് പ്രതീക്ഷിച്ചതേയില്ല. അതിനിടയിൽ ട്രഷറി മുൻ സെക്രട്ടറി ലോറൻസ് സമ്മേഴ്സ് സാമ്പത്തിക തകർച്ചയുണ്ടാകുമെന്ന മുന്നറിയിപ്പ് കൂടി നൽകിയതോടെയാണ് തീരുവകൾ മരവിപ്പിക്കാൻ ട്രംപ് നിർബന്ധിതനായത്. ട്രഷറി ബോണ്ട് തകർച്ച എങ്ങനെയാണ് US-നെ ബാധിക്കുന്നത്? US വലിയ സാമ്പത്തിക ശക്തിയൊക്കെയാണ്. എന്നാൽ US-ൻ്റെ രാജ്യാന്തര കടം അതിഭീകരമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല. $36.2 ലക്ഷം കോടി വരും ഇത്. വിവിധ രാജ്യങ്ങളും ബാങ്കുകളും US ബോണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നുണ്ട്. സുരക്ഷിത നിക്ഷേപമായാണ് ഇതിനെ കണക്കാക്കുന്നത്. പെട്ടെന്ന് വിറ്റ് കാശാക്കാൻ ബുദ്ധിമുട്ടില്ല. അതിനാൽ ബോണ്ടുകളിൽ വൻ നിക്ഷേപം വരുന്നു. $1,07,900 കോടി ജപ്പാൻ്റെ നിക്ഷേപം. ചൈനയ്ക്കുള്ളത് $76,000 കോടി ബോണ്ട് നിക്ഷേപമാണ്. ഇന്ത്യ US ബോണ്ടിൽ നിക്ഷേപിച്ചിരിക്കുന്നത് $22,500 കോടി. ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഈ പണം കൊണ്ടാണ് US മുന്നോട്ട് പോകുന്നത്. ഈ വരുമാനം കൊണ്ടാണ് US ജീവിച്ചു പോകുന്നതെന്ന് പറഞ്ഞാലും അതിശയോക്തിയില്ല. സാധാരണ ബോണ്ട് നിക്ഷേപത്തിലൂടെ പണം US-ലേക്കാണ് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ US-ൽ നിന്ന് പണം പുറത്തേക്ക് പോകുന്ന സ്ഥിതിയായി. ഇതോടെ അപകടം മണത്ത ട്രംപ് തീരുവ മരവിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഈ സാഹചര്യം വരുത്തിയ നഷ്ടത്തിൽ നിന്ന് പെട്ടെന്ന് കരകയറാൻ US-ന് സാധിക്കില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. മാത്രമല്ല, US ബോണ്ടുകളിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടതും തിരിച്ചടിയാണ്.